ഞാനൊരു വെഞ്ഞാറമൂടുകാരൻ എന്ന് പറയുന്നതിൽ എപ്പോഴും സന്തോഷിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ പോലും പലരും എന്നോട് ചോദിച്ചു എന്തായി വെഞ്ഞാറമൂട്, കാരണം അവർക്ക് വെഞ്ഞാറമൂട് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോഴും ഞാൻ എൻ്റെ നാടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു 18 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ പേരിനോടൊപ്പം ചേർത്തതാണ് ഈ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന എൻ്റെ നാടിൻ്റെ പേര്. അപ്പം അത് ഇനിയും തുടർന്നും എൻ്റെ കരിയർ അവസാനം വരെയും കൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ഉറപ്പായിട്ടും ഉണ്ടാകും. അരുൺ വെഞ്ഞാറമൂട് വെഞ്ഞാറമൂടിന്റെ മാത്രമല്ല മലയാളത്തിന്റെയും കേരളത്തിന്റെയും ഒക്കെ അഭിമാനമായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വാനോളമുയരുന്ന ഒരു യുവപ്രതിഭ. സൂപ്പർഹിറ്റ് സിനിമകളുടെ കലാസംവിധായകനായ അരുൺ വെഞ്ഞാറമൂട്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സിനിമയിൽ നിന്നുമാണ് ഞാൻ തമിഴിലേക്ക് പോകുന്നത്. അവിടെ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്ന ആമസോണിൽ സുഴൽ എന്ന് പറയുന്ന ഒരു സീരീസ് ആയിരുന്നു. എനിക്ക് ഇന്നും ഒരുപാട് പേർക്ക് അറിയില്ല സുഴൽ ഞാനാണ് ചെയ്തത്. കാരണം ഞാൻ കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു സുഴൽ. സുഴലിൽ നിന്നും വദന്തി എന്ന് പറയുന്ന എസ് ജെ സൂര്യയുടെ സീരീസിലേക്ക് വർക്ക് ചെയ്തു. അവിടെ നിന്നും എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് മാവീരൻ എന്ന് പറയുന്ന ശിവകാർത്തികൻ മൂവി വർക്ക് ചെയ്തതാണ്. അങ്ങനെ ശിവകാർത്തികൻ മൂവി മാവീരൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും മദ്രാസി AR മുരുകദാസ് സാറിൻ്റെ, അതായത് ഏഴാം അറിവ്, അഞ്ചാൻ, അങ്ങനെയുള്ള വൻ സിനിമകളുടെ സംവിധായകൻ മുരുകദാസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ നിന്നും എനിക്ക് കിട്ടിയ ഈ പറഞ്ഞ അടുത്ത ഒരു വലിയ ചിത്രമാണ് കറുപ്പ് എന്ന് പറയുന്ന ഇപ്പോൾ വലിയ സക്സസിൽ നിൽക്കുന്ന സൂര്യ ചിത്രം. അപ്പോൾ സൂര്യ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഞാനും പുള്ളിയുടെ ചിത്രങ്ങളൊക്കെ ഈ പറഞ്ഞ TV യിലെല്ലാം കണ്ട്, സിംഗം, അഞ്ചാൻ, അയൻ, അതുപോലെ ആറു എന്ന് പറയുന്ന പഴയൊരു ചിത്രമൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് നമ്മളൊരു കണ്ട ഒരു ഹീറോയുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ആ ചിത്രം വൻ വിജയമാവുകയും ഇന്ന് ഏകദേശം 350 കോടി കളക്ഷൻ വന്ന് നിൽക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമാണ്. അത് ഒരു മലയാളിയായ ഞാൻ. കാരണം മലയാളിയായ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, കറുപ്പ് എന്ന് പറയുന്നത് ഒരു തമിഴ് കൾച്ചർ അല്ലെങ്കിൽ തമിഴ് ദൈവത്തിൻ്റെ സിനിമയാണ്. തമിഴ്നാട്ടിലെ ഒരു കറുപ്പ് സ്വാമിയുടെ കഥ പറയുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രത്തിൽ തമിഴ് കൾച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു ചിത്രം നമ്മൾ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. അങ്ങനെ ഇപ്പോൾ കറുപ്പിൻ്റെ വിജയം കഴിഞ്ഞു. അടുത്ത സെയ്യോൺ എന്ന് പറഞ്ഞിട്ട് ശിവകാർത്തികൻ മൂവി, രാജ് കമൽ പ്രൊഡക്ഷൻ, കമൽഹാസൻ സാറിൻ്റെ കമ്പനിയിൽ പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കാർത്തിയുടെ മാഴ്സൽ എന്ന് പറയുന്ന ഒരു 65 പീരീഡ് പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ബാക്ക് സപ്പോർട്ട് നമ്മുടെ നാടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങളും, നമുക്ക് ഓരോ സിനിമകൾ കണ്ടിട്ട് ആ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന, എപ്പോഴും നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരു നാട് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷമാണ്. ഞാൻ എൻ്റെ തുടക്കകാലങ്ങളിൽ രംഗപ്രഭാത് എന്ന് പറയുന്ന നമ്മുടെ നാടകത്തിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു രംഗപ്രഭാത്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ നിന്നുമാണ് എൻ്റെ തുടക്കം. ഒരുപക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ആർട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്കുള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന നെല്ലനാട് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം, ഒരുപക്ഷെ ഇതിരിക്കുന്ന സ്ഥലം തന്നെ വെഞ്ഞാറമൂട്ടിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ആ സിനിമാ തിയേറ്റർ എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്നത്. ഇവിടെയാണ് പിൽക്കാലത്ത് SBC എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊക്കെ എനിക്ക് തോന്നുന്നു +2 ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ SBC എന്ന് പറയുന്നൊരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ നമ്മുടെ ഓർമ്മകൾ ഇവിടെ ഉണ്ട്. പിന്നെ അതോടൊപ്പം ഈ പറഞ്ഞ ഇവിടെ ദിലീപേട്ടൻ, നമ്മുടെ വേദിക കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം ഏജൻസി, അപ്പോൾ അവിടെ ഈ പറഞ്ഞ പുള്ളി എന്ന് പറയുന്നത് നമുക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് വിളിക്കുകയും അതിൻ്റെ സന്തോഷം പങ്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകൾ, എനിക്ക് പുള്ളിയുടെ കൂടെ ഒരു സിനിമ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പടം ഇറങ്ങിയിട്ടില്ല, പേരിനൊരാൾ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹമായിരുന്നു അതിൻ്റെ നായകനായിട്ടുണ്ടായിരുന്നത്. ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ നോബി, അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ ഒരു കൂട്ടായ ഒരു സ്ഥലമാണ് വെഞ്ഞാറമൂട്. ഞാനിവിടെ വെഞ്ഞാറമൂട് അടുത്താണ്. എൻ്റെ സ്ഥലം കണ്ണങ്കോട് എന്ന് പറയും. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ചുള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. ഞാൻ പഠിച്ചത് വെഞ്ഞാറമൂട് സ്കൂളിലാണ്. എനിക്ക് 1 മുതൽ 4 വരെ LP സ്കൂൾ, അത് കഴിഞ്ഞ് 5 മുതൽ 10 വരെ വെഞ്ഞാറമൂട് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്നും +1 +2 തൈക്കാട് സ്കൂളിലായിരുന്നു. +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സിനിമ ജീവിതവും അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഈ പറഞ്ഞ ഒരു ട്രാവൽ വളരെ രസകരമായിട്ട് പോകുന്നുണ്ട് സിനിമാ ജീവിതം. ഫാമിലി, മോളുണ്ട്, വൈഫ് ജേർണലിസ്റ്റാണ്.
എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഒരു ഫാമിലി സപ്പോർട്ടാണ് ഈ സിനിമയിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴും ഓരോ സിനിമകൾ ചെയ്തു പോകുമ്പോഴും ഒക്കെ നമുക്കൊരു ഓരോ സ്റ്റെപ്പ് മുന്നിൽ കയറാനായിട്ടുള്ള സപ്പോർട്ടെല്ലാം തരുന്നത് ഫാമിലിയാണ്. വെഞ്ഞാറമൂടുകാരുടെ സ്വന്തം ചാനലായ എൻ്റെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഈ ചാനലിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നതോടൊപ്പം നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. അതുപോലെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാനുള്ളതെല്ലാം അല്ലെങ്കിൽ എന്നോട് സ്നേഹം പങ്കിടാനുള്ളതെല്ലാം മെസ്സേജുകളായിട്ടോ ഒക്കെ അയക്കുക. തുടർന്നും ഈ സപ്പോർട്ട് കൂടെ ഉണ്ടാകണം. അതാണ് ഏറ്റവും ആഗ്രഹം. തുടർന്നുമുള്ള പുതിയ സിനിമകൾ വരാനുണ്ട്. ആ വരുന്ന സിനിമകൾ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഈ സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണം. ഒരുപാട് സന്തോഷം. താങ്ക് യു.